ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്രനരസിംഹായ നമ. 2025 വർഷത്തിലെ 12 രാശികളുടെയും മാർച്ച് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ പരിശീലനത്തിന്റെ 2ാം ഭാഗം ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായി മേടം രാശി, അതായത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. മേടം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ചെറിയ ചില തടസ്സങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ മികച്ച ഫലമാണ് മേടം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ജോലിയിലുള്ള സ്ഥാനക്കയറ്റം, പുതിയ വീട് നിർമ്മാണം, ഭൂമി ലാഭം, വാഹന ലാഭം തുടങ്ങിയവയും മേടം രാശിക്കാരെ കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. ജോലിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനാൽ കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. ബിസിനസ്, വ്യാപാര, വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളും ഈ മെയ് മാസത്തിനു ശേഷം ഉണ്ടാവുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സത്കീർത്തി, സ്ഥാനലബ്ധി, പൊതുജനപ്രീതി, അംഗീകാരം തുടങ്ങിയവ ലഭിക്കാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ പകുതിയോടുകൂടി ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സിനിമയിൽ നിന്നുള്ള അത്യധികമായ വരുമാനവും സിനിമാഭിനയ മോഹം ഉള്ളവർക്ക് അഭിനയമോഹം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരവും ഈ വർഷം പകുതിയോടുകൂടി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടം രാശിക്കാരായ യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യം, വിവാഹം തുടങ്ങിയവയും നടക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ വർഷം പകുതിയോടുകൂടി സാമ്പത്തിക ക്ലേശം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമ ജപം, പാൽപായസം, സുദർശന മന്ത്ര പുഷ്പാഞ്ജലി എന്നിവയും നടത്തേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഇടവൻ രാശി, അതായത് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. സാമ്പത്തികപരമായി വലിയ ഔന്നത്യം വരുന്ന സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഡിസംബർ വരെയുള്ള സമയം. അഭ്യസ്ത വിദ്യർക്ക് ജോലി ലഭ്യമാവുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതിനാൽ അതെല്ലാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണ്ടാകുന്ന പുരോഗതി, ജോലിയോടൊപ്പമുള്ള പഠന സാധ്യത തുടങ്ങിയവയും കാണുന്നുണ്ട്. ഇത്രനാളും ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്നതാണ്. വലിയ സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാവുന്ന കാലമാണിത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനവരവ്, പൂർവ്വ സ്വത്തിൽ നിന്നുള്ള ലാഭം തുടങ്ങിയവയും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു ചെറിയ മാന്ദ്യം അനുഭവപ്പെടുമെങ്കിലും ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ ക്ലേശാനുഭവങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ഒരു വലിയ സാമ്പത്തിക ലാഭമാണ് വർഷത്തിന്റെ പകുതിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നിന്നുപോയ പല പ്രൊജക്ടുകൾ പൂർത്തീകരിക്കാനും അതിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മെയ് മാസത്തിന് ശേഷം പുതിയതായി എന്ത് തുടങ്ങിയാലും അത് വളരെ മികച്ച വിജയം സമ്മാനിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുള്ള മോചനവും, ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും, വിദേശയാത്രയും വിദേശ ജോലി ലഭ്യതയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇടവം രാശിക്കാരായ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. അഭിനയ മോഹമുള്ളവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു വലിയ ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നതിനാൽ ഈ വർഷം പകുതിയോടുകൂടി അഭിനയമോഹം സാക്ഷാത്കരിക്കുന്നതിന് സാധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും അധികരിക്കും. ഇടവം രാശിക്കാരായ യുവതീ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം 2025 വർഷത്തിന്റെ ആദ്യ പകുതി ആരോഗ്യ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. പ്രണയ സാഫല്യം, വിവാഹം തുടങ്ങിയവയ്ക്കായി ഈ വർഷം സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത്. സെപ്റ്റംബർ മാസത്തിനു ശേഷം വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനായി വിഷ്ണു സഹസ്രനാമവും നവഗ്രഹ സ്തോത്രവും ജപിക്കുക. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മിഥുനം രാശി, അതായത് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് മാർച്ച് മാസത്തെ ശനിമാറ്റത്താൽ ശനി ഭഗവാന്റെ ദോഷങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. അലച്ചിലുകൾ, സാമ്പത്തിക ക്ലേശം തുടങ്ങിയവ ഒട്ടൊക്കെ വിട്ടുമാറുന്നതുമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കടുത്ത രീതിയിലുള്ള
മത്സര പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും മാർച്ച് മാസത്തിനു ശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കുറവ് അനുഭവപ്പെടുന്നതാണ്. ജോലിയിലുള്ളവർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. മെയ് മാസത്തിനു ശേഷം പുണ്യസ്ഥല സന്ദർശനം, സാമ്പത്തിക പുരോഗതി എന്നിവ ദൃശ്യമാവുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾ ഇല്ലാതായി സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ആസ്വദിക്കാൻ സാധ്യമാവും. ഷെയർ മാർക്കറ്റ് മേഖലയിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വരുമാനവും കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അംഗീകാരം, സത്കീർത്തി, സ്ഥാനലബ്ധി തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യമാവുന്നതാണ്. മെയ് മാസത്തിന് ശേഷം മേലധികാരികളുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും പാത്രമായി ജോലിക്കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായി മികച്ച അവസരങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പാരമ്പര്യമായുള്ള സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കേസുകൾ, തർക്കങ്ങൾ തുടങ്ങിയ ചില മോശമായ അനുഭവങ്ങൾ കാണുന്നതിനാൽ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ ദേവീ ക്ഷേത്രത്തിൽ കടും പായസം, രക്തപുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം എന്നിവ നടത്തേണ്ടതാണ്. കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നതിനായുള്ള ശക്തിക്കൊത്ത വഴിപാടുകളും നടത്തുമ്പോൾ മിഥുനം രാശിക്കാരുടെ ഒട്ടുമിക്ക ദോഷങ്ങളും ഇല്ലാതാവുന്നതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതി ഹോമവും നടത്തേണ്ടതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കിടകം രാശിക്കാർ. ജലരാശിയായ കർക്കിടകം രാശിക്കാർ പൊതുവെ വളരെ സെൻസിറ്റീവായിട്ടുള്ള മനസ്സുള്ളവരാണ്. ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന അലച്ചിലുകളും രോഗദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും മാറി ഒരു സമ്പൂർണ്ണ സൗഭാഗ്യ സമൃദ്ധി കൈവരിക്കുന്ന സമയമാണ് ഈ മെയ് മാസത്തിന് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യേണ്ടത്. ഭവനം, ഭൂമി, വാഹനം തുടങ്ങിയവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭ്യമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ നാളുകളായി നിന്നുപോയിരുന്ന വീടുപണി പുനരാരംഭിക്കാനുള്ള സമയമാണിത്. മെയ് മാസത്തിന് ശേഷം നറുക്കെടുപ്പ് തുടങ്ങിയവ മൂലമുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു വരുമാനം, ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം, ഷെയർ മാർക്കറ്റുകളിൽ നിന്നുള്ള വരുമാനം തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതാണ്. കടം കൊടുത്തത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബ സൗഖ്യവും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാവുന്നതാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതാണ്. വർഷത്തിന്റെ അവസാന പകുതിയിൽ ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ടുള്ള ചെറിയ സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. തന്മൂലം ചെലവുകൾ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. വർഷമധ്യത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനലബ്ധി, സത്കീർത്തി തുടങ്ങിയവയും അനുഭവപ്പെടുന്നതാണ്. സിനിമാ മോഹികൾക്ക് മെയ് മാസത്തിന് ശേഷം അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്നതായാണ് കാണുന്നത്. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയവ മൂലം എല്ലാ ദോഷങ്ങളും ഇല്ലാതാവുന്നതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴിക. വർഷാരംഭത്തിൽ കണ്ടകശനി ദോഷവും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നതും മൂലമുണ്ടാവുന്ന തൊഴിൽ തടസ്സവും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വിട്ടുപോകുന്നതിനായുള്ള ശ്രമവും, തൊഴിൽ സ്ഥലത്തുണ്ടാവുന്ന സഹപ്രവർത്തകരുടെ ശത്രുതയും എല്ലാം തന്നെ ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെ പ്രതികൂലമായ അനുഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് പകുതിയോടുകൂടി വ്യാഴം 11ാം ഭാവത്തിലേക്ക്, അതായത് സർവാഭീഷ്ട ഫലം നൽകുന്ന ഭാവത്തിലേക്ക് മാറുന്നതിനാൽ എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുന്നതാണ്. വ്യാഴത്തിന് അതിചാരമുള്ളതിനാൽ ധനം വ്യയം ചെയ്യുന്നത് ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. മെയ് മാസത്തിന് ശേഷം ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബ ജീവിതം സന്തോഷകരമാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടി, ഒരു ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ മാനസിക സംഘർഷം വളരെയധികം അലട്ടുന്ന സമയമാണ്. ശനിയുടെ അഷ്ടമസ്ഥിതി മാർച്ച് മാസത്തിന് ശേഷം അനുഭവിക്കാൻ പോകുന്നതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലായും ബാധിക്കാൻ ഇടയുണ്ടാവുന്നത്. അതിനാൽ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ പരിശീലിക്കുന്നത് നന്നായിരിക്കും. ആഹാര കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടസാധ്യത കാണുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം, സർവാഭീഷ്ട സിദ്ധി,
ഭാഗ്യാതിരേകം തുടങ്ങിയവ വർഷമധ്യത്തോടുകൂടി ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പുരോഗതി, വലിയ ശമ്പളത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുക, വിദേശത്ത് ജോലിക്കോ പഠനത്തിനായോ പോകാൻ സാധിക്കുക തുടങ്ങിയ ഫലങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ശനിദോഷ നിവാരണത്തിനായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും, ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് ജലധാരയും, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും ശനിയാഴ്ച തോറും നടത്തേണ്ടതാണ്. വ്യാഴപ്രീതിക്കായി വിഷ്ണു സഹസ്രനാമ ജപവും വിഷ്ണു ക്ഷേത്ര ദർശനവും മാസം തോറും പാൽപായസ വഴിപാടും നടത്തേണ്ടതാണ്. കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നതിനായി ശക്തിക്കൊത്ത വഴിപാടുകളും നടത്തിയാൽ എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടി ഐശ്വര്യം വർദ്ധിക്കുന്നതായി നിങ്ങൾക്കു തന്നെ ബോധ്യമാവുന്നതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. വർഷാരംഭത്തിൽ വ്യാഴം 9-ാം ഭാവത്തിലും ശനി 6-ാം ഭാവത്തിലും സഞ്ചരിക്കാകയാൽ വളരെ നല്ല സമയമാണ്. സമ്പത്ത്, ഐശ്വര്യം, സത്കീർത്തി തുടങ്ങിയവയാണ് വർഷാരംഭത്തിൽ കന്നിരാശിയുടെ ഫലം. ഭാഗ്യാനുഭവത്താൽ വളരെയധികം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാവുന്നതാണ്. മക്കൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉയർച്ച മൂലം മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നതാണ്. മാർച്ച് അവസാനം ശനി 7-ാം ഭാവത്തിൽ കണ്ടകനായും മെയ് മാസത്തോടുകൂടി വ്യാഴം 10-ാം ഭാവസ്ഥിതിയും കൈവരിക്കുന്നതാണ്. കണ്ടകശനി ദോഷം മൂലം ദാമ്പത്യ പ്രയാസങ്ങൾ, വിവാഹ തടസ്സം തുടങ്ങിയ ദോഷഫലങ്ങൾക്കും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനിടയുള്ളതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴത്തിന്റെ 10-ാം ഭാവസ്ഥിതി തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ്. സിനിമ തുടങ്ങിയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിതം മുൻപോട്ട് കൊണ്ടുപോവേണ്ടത്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ദുരാരോപണ വിധേയരാവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം, ശിവന് കൂവളമാല, ജലധാര, വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയവ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. 2025 വർഷാരംഭത്തിൽ തുലാം രാശിക്കാരുടെ ഫലം അത്ര അനുകൂലമല്ലെങ്കിലും മാർച്ച് മാസം 30-ന് ശേഷം ശനി ഭഗവാന്റെ മീനം രാശിയിലേക്കുള്ള പകർച്ചയും മെയ് പകുതിയോടുകൂടി വ്യാഴത്തിന്റെ മിഥുന സംക്രമവും തുലാം രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളെ കൊണ്ടുതരുന്നതാണ്. മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പാതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല പ്രവർത്തനങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ള സമയമാണിത്. മാത്രമല്ല, പുതിയതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലെത്തുന്നതുമാണ്. ജോലി സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി ഉന്നത സ്ഥാനത്തേക്കുള്ള ജോലി മാറ്റവും കാണുന്നുണ്ട്. മെയ് മാസത്തിലെ വ്യാഴത്തിന്റെ മിഥുന സംക്രമത്തിനു ശേഷം ഭാഗ്യാനുഭവം സിദ്ധിക്കുന്നതാണ്. തൊടുന്നത് പൊന്നാവുന്ന അവസ്ഥയാണ് കാണുന്നത്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വലിയ ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭ്യമായി വിദേശയാത്ര നടത്തുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ ഭിന്നത മൂലം ശത്രുദോഷം ഉണ്ടാവുമെങ്കിലും ശത്രു വിജയം കാണുന്നുണ്ട്. എങ്കിലും കൂടിക്കാഴ്ചകളിലും മറ്റുമുള്ള ആശയവിനിമയം വളരെ ശ്രദ്ധിച്ചു മാത്രമേ നടത്താൻ പാടുള്ളൂ. അതായത് 2025 മെയ് മാസത്തിന് ശേഷം തുലാം രാശിക്കാരുടെ തൊഴിൽ രംഗം വളരെ ശോഭനമായിരിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ്, ഊഹക്കച്ചവടം തുടങ്ങിയ മേഖലയിലുള്ളവർ ദീർഘകാല നിക്ഷേപം നടത്തുന്നത് മെയ് മാസത്തിന് ശേഷമായിരിക്കുന്നതാണ് ഉചിതം. ഇത് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതുമാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വഴി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വർഷത്തിന്റെ 2-ാം പകുതിയിൽ മക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ യഥാവിധിയുള്ള സമയോചിതമായ ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്. വർഷാരംഭത്തിൽ ശ്വസന സംബന്ധമായും കരൾ സംബന്ധമായുമുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാനിടയുള്ളതിനാൽ ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പരിശോധനകൾക്കായി സ്ഥിരമായ ഇടവേളകളിൽ ഡോക്ടറെ സന്ദർശിക്കുന്നത് ഉചിതമായിരിക്കും. യോഗ, മെഡിറ്റേഷൻ, മറ്റ് വ്യായാമ മുറകൾ തുടങ്ങിയവ
പരിശീലിക്കുന്നതും ആരോഗ്യപരമായ ഭക്ഷണക്രമം പിന്തുടരുന്നതും നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം മികച്ചതായി കൊണ്ടുപോകുന്നതാണ്. മെയ് മാസത്തിന് ശേഷം വ്യാപാര വ്യവസായ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും 2025 വർഷം വളരെ അനുയോജ്യമാണ്. മെയ് പകുതിയോടുകൂടി വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു ക്ഷേത്ര ദർശനം, മാസം തോറുമുള്ള ഗണപതി ഹോമം തുടങ്ങിയവ നടത്തുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറുന്നതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി വൃശ്ചികം രാശി. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരുടെ 2025 വർഷത്തിന്റെ ആദ്യ പകുതി വളരെ ശോഭനമായിരിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കാനും പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ്. വർഷാരംഭം മുതൽ തന്നെ ശ്രീ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം മൂലം സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുന്നതാണ്. ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് മെയ് മാസത്തിന് മുൻപുള്ള കാലഘട്ടം വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ മെയ് മാസത്തിന് ശേഷം വളരെ ആലോചിച്ച് വേണം നിക്ഷേപം നടത്തേണ്ടത്. അല്ലാത്ത പക്ഷം നഷ്ടസാധ്യത ഉണ്ടാവാം. മെയ് മാസത്തിന് ശേഷം ചെലവുകൾ അധികരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടത്. ഒക്ടോബർ മാസത്തോടുകൂടി നിങ്ങൾക്ക് 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ സ്വർണം, ഭൂമി, വാഹനം തുടങ്ങിയവ സ്വന്തമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി ഒരു മികച്ച വർഷമാണ്. എങ്കിലും അശ്രദ്ധ മൂലമോ അനാരോഗ്യകരമായ ഭക്ഷണ രീതി മൂലമോ ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജൂലൈ മാസത്തോടുകൂടി ശ്വസന സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും കാണുന്നു. യോഗ, മറ്റ് വ്യായാമ മുറകൾ പരിശീലിക്കുന്നതും ആരോഗ്യദായകമായ ഭക്ഷണക്രമം തുടരുന്നതും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് സഹായിക്കുന്നതാണ്. തൊഴിൽപരമായ ഏത് വെല്ലുവിളികളെയും വർഷാരംഭത്തിൽ നിങ്ങൾക്ക് ഫലപ്രദമായി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിലും മെയ് ജൂൺ മാസത്തോടുകൂടി തൊഴിലിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനോസംഘർഷത്തിന് അടിമപ്പെട്ട് പെട്ടെന്ന് തന്നെ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ വളരെ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക. വർഷാരംഭത്തിൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. എങ്കിലും മെയ് പകുതിയോടുകൂടി അമിതമായ ആത്മവിശ്വാസം ഒരുപക്ഷെ പഠനത്തിൽ വേണ്ടത്ര നിലവാരം പുലർത്താതിരിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ട്. 2025 വർഷത്തിൽ പൊതുവെ വൃശ്ചികം രാശിക്കാരുടെ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. എങ്കിലും ഏപ്രിൽ മാസത്തിനു ശേഷം ചില അസ്വാരസ്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതാണ്. യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യവും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹബന്ധം ഉണ്ടാവാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വർഷാരംഭത്തിൽ വളരെ ശോഭനമായിരിക്കും. സ്ഥാനലബ്ധി, സത്കീർത്തി തുടങ്ങിയ ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ മെയ് മാസത്തിന് ശേഷം സാമ്പത്തികപരമായ ആരോപണങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സൃഷ്ടിപരമായ സിനിമ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ ഫലങ്ങളാണ് 2025 നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ പദ്ധതികളിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നത് വഴി ശോഭനമായ ഭാവി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അഭിനയമോഹം സാക്ഷാത്കരിക്കുന്നതാണ്. ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനായി വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസ വഴിപാട് എന്നിവ നടത്തേണ്ടതാണ്. മാത്രമല്ല സർപ്പപ്രീതിക്കായി ശക്തികൊത്ത വഴിപാടുകളും നടത്തുക. കൂടാതെ ശത്രുദോഷ പരിഹാരാർത്ഥം കാളി ക്ഷേത്രത്തിൽ കടും പായസം, രക്തപുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും നടത്തേണ്ടതാണ്. ഈ വഴിപാടുകൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ തന്നെ വൃശ്ചിക രാശിക്കാരുടെ എല്ലാ ദോഷഫലങ്ങളും മാറി സർവൈശ്വര്യം കൈവരുന്നതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. 2025 തുടക്കത്തിൽ ധനുരാശിക്കാരെ തങ്ങളുടെ ജീവിതപാതയിൽ ചെറിയ തടസ്സങ്ങളും ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒന്ന് വിഷമിപ്പിക്കുമെങ്കിലും മെയ് പകുതിയോടുകൂടി ധനുരാശിക്കാരുടെ രാശിപരമായുള്ള ദോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നതാണ്. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം കണ്ടെത്തേണ്ടി വരുന്നതാണ്. മെയ് മാസത്തിന് ശേഷം വിദേശത്ത്
ജോലി തേടി പോകാൻ സാധിക്കുന്നതുമാണ്. ജീവിത വിജയത്തിനായിട്ടുള്ള വളരെ മികച്ച അവസരങ്ങൾ ഈ വർഷത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ അവസരങ്ങളെല്ലാം തന്നെ വേണ്ട വിധം ശ്രദ്ധയോടുകൂടി വിനിയോഗിക്കേണ്ടതാണ്. ഊഹ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുൻപോട്ട് പോവേണ്ടത്. പുതിയ വീട്, ഭൂമി, വാഹനം, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് സാധ്യമാവുന്നതാണ്. ബിസിനസ്, വ്യാപാര, വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസത്തോടുകൂടി തങ്ങളുടെ മേഖലയിൽ ഒരു അഭൂതപൂർവമായ വളർച്ച ഉണ്ടാവുന്നതാണ്. മെയ് മാസത്തിന് ശേഷം കാര്യവിജയം, ജീവിത പുരോഗതി, മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിത രീതി തുടങ്ങിയവ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് മേഖല വിപുലീകരിച്ച് പുതിയ വരുമാനം കണ്ടെത്തുകയും കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതുമാണ്. വലിയ ഒരു സാമ്പത്തികമായുള്ള ഉന്നമനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവരവരുടെ ജോലിയോടുള്ള താല്പര്യം കുറഞ്ഞു പോയാൽ ഈ സാമ്പത്തികാഭിവൃദ്ധി നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കാതെ വരാം. ആയതിനാൽ എന്ത് കാരണം കൊണ്ടും നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ജീവിതശൈലീ രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യതയുള്ളതിനാൽ മദ്യപാനം, പുകവലി തുടങ്ങിയവ ഒഴിവാക്കി ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി പിന്തുടരുകയും കൂടാതെ യോഗ, മെഡിറ്റേഷൻ, മറ്റ് വ്യായാമ മുറകൾ പരിശീലിക്കേണ്ടതുമാണ്. ഇല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വർഷം പകുതിയോടുകൂടി ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മെയ് പകുതി മുതൽ പഠന പുരോഗതിയും മത്സര പരീക്ഷകളിലുള്ള ഉന്നത വിജയവും ലഭ്യമാവുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് കഠിനമായ പരീക്ഷകളിലും മറ്റും വിജയിച്ച് ഉന്നതമായ ജോലി ലഭ്യമാവുന്നതാണ്. മെയ് മാസത്തിന് ശേഷം ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും ഉണ്ടാവും. യുവതീ യുവാക്കളെ സംബന്ധിച്ച് വർഷാരംഭത്തിൽ പ്രണയബന്ധങ്ങളിൽ ചില വിള്ളലുകൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മെയ് മാസത്തിന് ശേഷം പ്രണയ സാഫല്യം ഉണ്ടാവാനും വിവാഹം നടക്കാനുമുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി ധനുരാശിക്കാർക്ക് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിന് സാധിക്കുന്നതാണ്. ലക്ഷ്മി കടാക്ഷം മൂലം ധനവരവ് അധികരിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൈവരുന്നതാണ്. പരീക്ഷകളിലുള്ള ഉന്നത വിജയവും അതിലൂടെ സർക്കാർ ജോലി ലഭ്യമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശത്രുക്കളുടെ ഉപദ്രവം മൂലം ചെറിയ ബുദ്ധിമുട്ടുകളും അപകീർത്തിയും വരാനിടയുള്ളതിനാൽ കാളി ക്ഷേത്രത്തിൽ കടുംപായസ നിവേദ്യ വഴിപാട് നടത്തി ചുവന്ന പട്ട് വാങ്ങി സമർപ്പിക്കേണ്ടതാണ്. പഴയ വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താമസം മാറാനും സാധിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസം തോറും ശാസ്താവിന് നീലാഞ്ജനം, ശിവന് ജലധാര, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവം തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മകരം രാശി, അതായത് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 2025 വർഷം മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. മാർച്ച് അവസാനത്തോടുകൂടി 7 ശനി ദോഷം ഇല്ലാതാവുന്നതാണ്. ഇത്ര നാളും കഷ്ടനഷ്ടങ്ങൾ നൽകിയിരുന്ന ശനീശ്വരൻ അനുഗ്രഹം ചൊരിയുന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറുന്നതാണ്. തന്മൂലം ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാവുന്നതുമാണ്. തൊഴിലിൽ നേട്ടവും വിവാഹയോഗവും ഉണ്ടാവുന്നതാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളാണ് 2025 വർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് ജോലി നേടി പോകാനായി സാധിക്കുന്നതാണ്. ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ തൊഴിൽ മേഖല വളരെയധികം പുഷ്ടിപ്പെടുന്നതായാണ് കാണുന്നത്. പുതിയ പദ്ധതികളിൽ പാർട്ട്ണർഷിപ്പായി വലിയൊരു മുതൽ മുടക്ക് നടത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നുള്ള വരുമാനം ഇരട്ടിക്കുന്നതുമാണ്. ആരോഗ്യപരമായി ഈ വർഷത്തിന്റെ ആദ്യ പകുതി സാധാരണ നിലയിലായിരിക്കും. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി ആഹാര കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ടതാണ്. ആരോഗ്യപരമായ ഒരു ഭക്ഷണ രീതി തുടരേണ്ടതും കൂടാതെ യോഗ, മെഡിറ്റേഷൻ, മറ്റ് വ്യായാമ മുറകൾ പരിശീലിക്കേണ്ടതുമാണ്. ചർമ്മരോഗം, മൂത്ര സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി മെഡിറ്റേഷൻ, പ്രാണായാമം തുടങ്ങിയവ തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. മെയ് മാസത്തിന് ശേഷം ചെലവുകൾ അധികരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും കൂടാതെ വിലപിടിപ്പുള്ള വസ്തുവകകൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ മുൻപുണ്ടായിരുന്ന
ചില അസ്വാരസ്യങ്ങളും അകൽച്ചകളും പൂർണ്ണമായും ഇല്ലാതായി കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതായാണ് കാണുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നുചേരുന്നതാണ്. വീട് മാറി താമസിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാവാനും കൂടാതെ വിവാഹം നടക്കാനുമുള്ള സാധ്യതകളും 2025 വർഷം പകുതിയോടുകൂടി സംഭവിക്കുന്നതാണ്. വ്യാപാരം, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷാരംഭം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മെയ് മാസത്തിനു ശേഷം വളരെ നല്ല ഒരു സാമ്പത്തിക ഉന്നമനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കി ധൈര്യമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖല വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വർഷാരംഭത്തിൽ ഉണ്ടാവുന്ന ചില തടസ്സങ്ങൾ മൂലം കിട്ടേണ്ടുന്ന സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയിരുന്നത് മെയ് പകുതിയോടുകൂടി തടസ്സങ്ങളെല്ലാം മാറി സ്ഥാനമാന ലഭ്യതയും സത്കീർത്തിയും ഉണ്ടാവുന്നതാണ്. സൃഷ്ടിപരമായ സിനിമ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് മെയ് മാസത്തിനു ശേഷം പുതിയ പദ്ധതികളിൽ ഭാഗഭാക്കാകാൻ സാധിക്കുന്നതാണ്. ദോഷപരിഹാരാർത്ഥം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ജലധാര വഴിപാട് നടത്തേണ്ടതാണ്. കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമ ജപം എന്നിവ നിങ്ങളുടെ ഭാഗ്യാനുഭവം വർദ്ധിപ്പിക്കുന്നതുമാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി കുംഭം രാശി, അതായത് അവിട്ടം അവസാനത്തെ പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. 2025 വർഷാരംഭത്തിൽ കുംഭം രാശിക്കാർക്ക് ജന്മശനിയും മാർച്ച് 30 ശനിയുടെ മീനരാശി സംക്രമത്തിന് ശേഷം 7 ശനിയുടെ അവസാന ഘട്ടത്തിലായിരിക്കുന്നതുമാണ്. ആയതിനാൽ ഇത്രയും നാൾ അനുഭവിച്ചു പോന്നിരുന്ന കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. വർഷാരംഭത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്നെങ്കിലും മെയ് മാസത്തിലെ വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ദോഷഫലങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. രാഹുവിന്റെ മാറ്റവും നിങ്ങൾക്ക് അനുകൂലമായാണ് ഭവിക്കുന്നത്. കുംഭം രാശിക്കാരുടെ സൃഷ്ടിപരമായ കഴിവുകൾ വികസിക്കുന്നതാണ്. കൂടാതെ മെയ് മാസത്തിന് ശേഷം വിദ്യാഭ്യാസപരമായി വളരെ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ധനവരവ് അധികരിക്കുന്നതാണ്. ഓഹരി വ്യാപാര നിക്ഷേപങ്ങൾ മൂലം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ധനവരവ് ലഭ്യമാവുന്നതാണ്. കൂടാതെ പുതിയ വീട് വാങ്ങി താമസം മാറാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കടബാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും കുടുംബത്തിലെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. എങ്കിലും അധിക ചെലവ് ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. വർഷാരംഭത്തിൽ കുടുംബാംഗങ്ങളുമായി അധിക സമയം ചെലവിടാൻ സമയം ലഭ്യമാകാത്തത് മൂലം ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ മെയ് മാസത്തിന് ശേഷം ഇല്ലാതാവുന്നതാണ്. കൂടുതൽ സമയം കുടുംബവുമായി ചെലവഴിക്കാനായി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇതിലൂടെ കുടുംബ സൗഖ്യം വീണ്ടും നിങ്ങളെ തേടിയെത്തും. ആരോഗ്യപരമായി വർഷാരംഭത്തിൽ നിങ്ങൾക്ക് ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കാനിടയുണ്ട്. എന്നാൽ മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടു വരുന്നതായാണ് കാണുന്നത്. എങ്കിലും യോഗ, മറ്റ് വ്യായാമ മുറകൾ എല്ലാ ദിവസവും പരിശീലിക്കുന്നത് ആരോഗ്യനില മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. യുവതീ യുവാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാവുന്നതാണ്. സിനിമ തുടങ്ങിയ സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മെയ് മാസത്തിന് ശേഷം വളരെ അനുകൂല സമയമാണ്. പുതിയ പ്രോജക്റ്റുകളിൽ പങ്കാളിയാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വർഷാരംഭത്തിൽ ദുരാരോപണ വിധേയരാകാൻ സാധ്യതയുണ്ടെങ്കിലും മെയ് മാസത്തിന് ശേഷം സ്ഥാനലബ്ധി, സത്കീർത്തി തുടങ്ങിയവ ലഭ്യമാവുന്നതായി കാണുന്നുണ്ട്. ദോഷശാന്തിക്കായി നവഗ്രഹ സ്തോത്രം എല്ലാ ദിവസവും 7 പ്രാവശ്യമെങ്കിലും ചൊല്ലേണ്ടതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമ ജപവും നടത്തേണ്ടതാണ്. കുടുംബ ദേവതാ പ്രീതി വരുത്തിയതിനു ശേഷം ശനിയാഴ്ച തോറും ശിവന് ജലധാര, ശാസ്താവിന് നീലാഞ്ജനം, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല, കൃഷ്ണക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ, ത്രിമധുരം, സർപ്പപ്രീതിക്കായി ശക്തിക്കൊത്ത വഴിപാടുകൾ തുടങ്ങിയവ നടത്തിയാൽ ദോഷഫലങ്ങൾ മാറി സർവൈശ്വര്യം കൈവരുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മീനം രാശി. പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2025 വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി വിദേശത്ത് ലഭ്യമാവാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലകളിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റായ ഒരു തീരുമാനം മൂലം ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
വർഷാരംഭത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മെയ് പകുതിയോടുകൂടി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം അനായാസം തരണം ചെയ്യാൻ മീനം രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായി മെയ് മാസത്തിന് ശേഷം ഔന്നത്യം ഉണ്ടാവുന്നതാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി സാമ്പത്തികം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയോടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടുമുള്ള പെരുമാറ്റം മൂലം കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നതാണ്. ഈ വർഷം പകുതിയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തകർക്ക് സാമൂഹികമായ അംഗീകാരങ്ങൾ ലഭ്യമാവുന്നതാണ്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി യോഗ, ശ്വസനക്രിയ, പ്രാണായാമം അല്ലെങ്കിൽ മറ്റ് വ്യായാമ മുറകൾ പരിശീലിക്കേണ്ടതാണ്. ഈ വർഷം പകുതിയോടുകൂടി എല്ലാ രോഗദുരിതങ്ങളും ഇല്ലാതാവുന്നതുമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കുന്നതിനായി മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സഹായത്തോടുകൂടി തങ്ങളുടെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനീശ്വര മന്ത്രം 21 പ്രാവശ്യം എല്ലാ ദിവസവും ഉരുവിടേണ്ടതാണ്. കൂടാതെ ശനിയാഴ്ച തോറും ശാസ്താവിന് നീലാഞ്ജനവും സർപ്പപ്രീതി വരുത്തുന്നതിനായി ശക്തിക്കൊത്ത വഴിപാടുകളും നടത്തേണ്ടതാണ്. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്ന മന്ത്രം എല്ലാ ശനിയാഴ്ചകളിലും 21 തവണ വീതം ചൊല്ലേണ്ടതാണ്. വർഷത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യേണ്ടതാണ്. ഈ പരിഹാര മാർഗങ്ങൾ എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇല്ലാതാവുന്നതായി നിങ്ങൾക്കു തന്നെ ബോധ്യമാവുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുഫലങ്ങളാണ് ഇവിടെ വ്യക്തമാക്കിയത്. അവരവരുടെ ജനനജാതകം പരിശോധിച്ച് ദശാകാലവും അപഹാരകാലവും ഏത് ഗ്രഹത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ. ഇനി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ഈ രണ്ടാം ഭാഗത്തിൽ ത്രാടകം ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്വസനക്രിയ അല്ലെങ്കിൽ പ്രാണായാമം പരിശീലിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചിരുന്നു. എല്ലാവരും അത് പരിശീലിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ അടുത്ത 2 ആഴ്ചത്തേക്കുള്ള പരിശീലന മുറകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ശ്വസനക്രിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശ്വാസം ദീർഘമായി ഉച്ഛ്വസിക്കുകയും ശ്വസിക്കുകയും ചെയ്യുക. മനസ്സിന് വേറെ ഒരു കാര്യത്തിലേക്കും പോകാതെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യുന്നവരും ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏകദേശം 5 മിനിറ്റ് സമയം ഇത് തന്നെ തുടർച്ചയായി ചെയ്യുക. നമ്മുടെ മനസ്സ് വീണ്ടും പല കാര്യങ്ങളിലേക്ക് പോയാലും തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. 5 മിനിറ്റ് തുടർച്ചയായി ശ്വസനക്രിയ പരിശീലിച്ചതിന് ശേഷം നമുക്ക് ത്രാടകം എന്ന ക്രിയ പരിശീലിക്കാവുന്നതാണ്. ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ശനിദോഷങ്ങൾ അടക്കമുള്ള എല്ലാ നവഗ്രഹ ദോഷങ്ങളെയും ഇല്ലാതാക്കി സമ്പത്തിനെയും ആരോഗ്യത്തെയും മറ്റ് ലൗകിക സുഖങ്ങളെയും എല്ലാം തന്നെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ആ പാകപ്പെടുത്തലാണ് കഴിഞ്ഞ വീഡിയോയിലും ഇപ്പോഴുള്ള വീഡിയോയിലും പറയുന്നത്. അടുത്ത വീഡിയോയിൽ പറയുന്നത് ഉൾപ്പെടെ ശരിയായ രീതിയിൽ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ നവഗ്രഹ ദോഷങ്ങൾ അടക്കമുള്ള എല്ലാ ദോഷങ്ങളും മാറി നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും കൈവശമാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നതാണ്. ഇനി ത്രാടകം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നട്ടെല്ല് നിവർന്ന് ഒരു കസേരയിലോ മറ്റോ വെളുത്ത ചുവരിന് അഭിമുഖമായി ഇരിക്കുക. നമ്മുടെ കണ്ണുകൾക്ക് സമാന്തരമായി അതേ ഉയരത്തിൽ തന്നെ ചുവരിൽ ഒരു നീല നിറത്തിലുള്ള ഒരു ബിന്ദു അല്ലെങ്കിൽ സ്ത്രീകളുടെ നെറ്റിയിൽ അണിയുന്ന പൊട്ട് ഒട്ടിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു ദീപനാളം ആയാലും മതി.
പക്ഷേ ദീപനാളം ഉലയാതിരിക്കുന്നതിനായി കാറ്റ് മുറിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണുകൾ അടച്ചതിനു ശേഷം സാവധാനം കണ്ണുകൾ തുറന്നുകൊണ്ട് ദീപനാളത്തിലേക്കോ അല്ലെങ്കിൽ ചുവരിൽ പതിപ്പിച്ചിരിക്കുന്ന ബിന്ദുവിലേക്കോ കണ്ണിമ ചിമ്മാതെ നോക്കുക. മനസ്സ് വേറെ പല കാര്യങ്ങളിലേക്ക് പോയാലും തിരിച്ചു കൊണ്ടുവന്ന് ആ ബിന്ദുവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. കണ്ണുകൾക്ക് ആയാസം ഉണ്ടാകുമ്പോൾ സാവധാനം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ ഇറുക്കി അടയ്ക്കേണ്ടതില്ല. സാവധാനം കണ്ണുകൾ അടച്ചാൽ മതിയാവുന്നതാണ്. കണ്ണുകൾ അടച്ചതിന് ശേഷം ആ ബിന്ദുവിന്റെ അല്ലെങ്കിൽ ആ ദീപനാളത്തിന്റെ ഒരു പ്രതിബിംബം ഒരു പക്ഷേ മുന്നിൽ കാണാൻ സാധ്യമാവുന്നതാണ്. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. 15 വിനാഴികകൾക്ക് ശേഷം, അതായത് 6 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും സാവധാനം കണ്ണുകൾ തുറക്കുക. ചുവരിൽ പതിപ്പിച്ചിരിക്കുന്ന ആ ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ ദീപനാളത്തിലേക്ക് വീണ്ടും കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടേയിരിക്കുക. മനസ്സ് ആ ബിന്ദുവിൽ തന്നെ മാത്രം ശ്രദ്ധിക്കുക. കണ്ണുകൾക്ക് ആയാസം വരുമ്പോൾ വീണ്ടും സാവധാനം കണ്ണുകൾ അടച്ച് മുൻപിൽ കാണുന്ന പ്രതിബിംബത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മനസ്സ് മറ്റു വിഷയങ്ങളിൽ വ്യാപരിക്കാൻ ഇട കൊടുക്കാതിരിക്കുക. വീണ്ടും കണ്ണുകൾ തുറന്ന് ഈ ക്രിയ ആവർത്തിക്കുക. ഏകദേശം 20 മിനിറ്റുകൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. അതായത് 5 മിനിറ്റ് നേരം ശ്വസനക്രിയയിൽ മാത്രം ശ്രദ്ധിക്കുകയും പിന്നീട് 20 മിനിറ്റ് ത്രാടകം ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ പോസിറ്റീവ് കിരണങ്ങൾ, അതായത് പോസിറ്റീവ് എനർജി നമ്മിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നത് എങ്ങനെയെന്നും വിശദീകരിക്കുന്നതാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടായിരിക്കുകയുള്ളൂ. ആയതിനാൽ കൂടുതൽ വീഡിയോയ്ക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയുള്ളതാണ്. നവഗ്രഹ ദോഷങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ധ്യാനമുറയാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എന്നത്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.